ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മയണൈസ് ആണ്. അതും എഗ്ലെസ് ആയിട്ടുള്ള വെജ് മയണൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളോട് കുറേ പേര് ചോദിച്ചു, ഇപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലേന്ന്. ഇപ്പം നമ്മൾ കുറച്ചായിട്ട് ഷോർട്ട് വീഡിയോസ് ആണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒന്ന് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ കുറച്ചായിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ വീഡിയോ ഇപ്പോൾ കുറച്ചായി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാണ്ടാണോ എന്ന് അറിയില്ല. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലേന്ന്. അപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടല്ല, ഷോർട്ട് വീഡിയോസ് ആണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ അപ്ലോഡ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്താത്തവരുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാല് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മയണൈസ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ മുട്ടയുടെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മയണൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലും അതേ മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് ഓയിലും ചേർത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. ഇനി അതിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം കുറച്ച് ഉപ്പ്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം അതേ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. അപ്പം ഇത് തിക്കായിട്ടില്ല അല്ലേ. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റ് വിനീഗർ ആണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്നും കൂടി കട്ടിയാവാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അളവിലും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടിയും ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടിച്ചെടുത്ത് നോക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ പാലൊന്ന് തണുത്ത പാലാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. നെക്സ്റ്റ് നമ്മൾ ഓയിൽ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു മയണൈസ് ആണ്. അപ്പം നമുക്ക് ഓയിൽ അധികം വേണ്ട. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. സെയിം തന്നെയാണ്. അപ്പം അതിലും ഇതേപോലെ തന്നെ ഒരു 1/2 കപ്പ് പാലും അതേപോലെ തന്നെ 1/2 കപ്പ് ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വെളുത്തുള്ളി, പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ഉപ്പും പഞ്ചസാരയും വിനീഗറും, ഇത്രയും തന്നെയാണ്. ഇതിൽ നമ്മൾ ഓയിൽ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഉരുളക്കിഴങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല കട്ടി കിട്ടും, അധികം ഓയിൽ വേണ്ട. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വേറെ അതിൽ മാറ്റമൊന്നുമില്ല. പൊട്ടറ്റോ മയണൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ കണ്ടില്ലേ, ഒറ്റ വട്ടം അടിച്ചാൽ മതി. വേറെ നമ്മൾ ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ തന്നെ നല്ല തിക്കായിട്ട് കിട്ടും. ടേസ്റ്റിനും വലിയ വ്യത്യാസമൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മിൻറ്റ് മയോ ആണ്. അപ്പോൾ മിൻറ്റിൻ്റെയും ഒരു ചെറിയൊരു എരിവും ഒക്കെയുള്ള ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു മയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് മിൻറ്റ് ലീവ്സും അതേപോലെ തന്നെ കുറച്ച് കൊറിയൻഡർ ലീവ്സും നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എരിവിന് ഒരു ചെറിയൊരു പച്ചമുളകും മാത്രം ഞാൻ അതിൽ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണമെങ്കിൽ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ മയോയില് ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്യുക, വേറെ ഇപ്പോൾ ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ആ ഒരു പേസ്റ്റ് അതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മിൻറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു മയോണൈസ്, ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറുള്ള ഒരു മയോണൈസ് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു ചില്ലി മയോ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചില്ലി മയോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മയോണൈസിലേക്ക് നമ്മൾ നമ്മുടെ ചില്ലി സോസ്, ഞാൻ റെഡ് ചില്ലി സോസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ചില്ലി സോസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറും ഒന്ന് ഡിഫറെൻ്റ് ആയി കിട്ടും അല്ലേ. അപ്പോൾ റെഡ് ചില്ലി സോസ് ഞാൻ അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മയോണൈസിന് ചെറിയൊരു റെഡിഷ് കളർ കിട്ടും. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോൾ റെഡ് ചില്ലി സോസ് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഫ്ലേവർ ആയിട്ടുള്ള ചില്ലി മയോണൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.